നമസ്കാരം. കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന 2026 മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെയൊക്കെ തന്നെ വിതരണം സംസ്ഥാനത്തുടനീളം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അടുത്തിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായിട്ട് വരുന്ന 5ഓളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന 16ഓളം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ തന്നെ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കുമാണ് ഈ മാസം മുതൽ തുക ലഭ്യമായി തുടങ്ങുന്നത്. ഇത്തവണ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ പെൻഷൻ തുകയായിട്ട് ലഭിക്കുന്നത് പ്രതിമാസം 2000 രൂപ വീതമാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ ദരിദ്രരും അതോടൊപ്പം തന്നെ സാധാരണക്കാരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഈ പെൻഷൻ വിതരണ നടപടികൾക്കായി മാത്രം ഏതാണ്ട് 1070 കോടി രൂപയുടെ ഭീമമായിട്ടുള്ള തുക ഇതിനോടകം തന്നെ അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രിയുടെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞയാഴ്ച തന്നെ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കൃത്യസമയത്ത് തന്നെ ജനങ്ങളിലേക്ക് ഈ ഒരു ആശ്വാസ ധനസഹായം എത്തിക്കുന്നതിനായിട്ട് വലിയ തോതിലുള്ള സാമ്പത്തിക സമാഹരണ നടപടികളിലേക്കാണ് പുതിയ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. മെയ് മാസത്തിലെ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണവും കൃത്യമായിട്ട് നടത്തുന്നതിനായിട്ട് ഏതാണ്ട് 1800 കോടി രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി പൊതുവിപണിയിൽ നിന്നും കടപ്പത്ര ലേലത്തിലൂടെ സമാഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 26 ചൊവ്വാഴ്ച നടക്കുന്ന ഈ കടപ്പത്ര ലേലം പുതിയ UDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന ഏറ്റവും ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള കടമെടുപ്പ് കൂടിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണ നടപടികൾ പൂർണ്ണ തോതിൽ പൂർത്തിയാക്കാനാണ് ധനവകുപ്പ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. മെയ് 25-ാം തീയതി വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ചയോടുകൂടിയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തന്നെ പണം നേരിട്ട് എത്തിച്ചേരുന്നതിനുള്ള സാങ്കേതികപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ബാങ്കുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ട്രഷറി വിഭാഗം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവരിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിഹിതം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ അവർക്ക് പെൻഷൻ തുക പിൻവലിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള തുക മാത്രമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ തന്നെ ക്രെഡിറ്റ് ചെയ്യപ്പെടുക. അതിനാൽ തന്നെ കേന്ദ്ര വിഹിതത്തിൻ്റെ അളവനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കുന്ന തുകയിൽ 200 രൂപയോ 300 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ വരെയുള്ള കുറവ് അത് സ്വാഭാവികമായിട്ടും കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ തുക കുറഞ്ഞു പോയതിനെ ഓർത്ത് ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക വിനിമയ സംവിധാനമായിട്ടുള്ള PFMS വഴി ഈ കേന്ദ്ര വിഹിത തുക അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പ്രത്യേകമായിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്നും മെയ് 25 ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരം 4 മണി വരെയുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ കൈമാറ്റം പ്രക്രിയ അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ആരംഭിച്ചാൽ തന്നെ പരമാവധി 2 മുതൽ 3 ദിവസത്തിനകം തന്നെ അർഹരായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും അക്കൗണ്ടുകളിലേക്ക് തുക പൂർണ്ണമായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും. ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെയായിട്ട് സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള 24 ലക്ഷത്തോളം വരുന്ന ജനങ്ങളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ അവർ വീടുകളിൽ നേരിട്ടെത്തിയായിരിക്കും ഈ പെൻഷൻ നൽകുന്ന രീതി ഇപ്പോൾ പുരോഗമിക്കുന്നതാണ്. എന്നാൽ ഇത്തവണ വീടുകളിലെത്തിയുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണത്തിന് കലണ്ടർ പ്രകാരമുള്ള ചില പൊതു അവധികളൊക്കെ ഒരുപക്ഷെ നേരിയ തോതിലൊക്കെ തന്നെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. മെയ് 27 ബുധനാഴ്ചയും മെയ് 28 വ്യാഴാഴ്ചയും ബക്രീദ് പ്രമാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ ഈ 2 ദിവസങ്ങളിൽ കേരളത്തിലുടനീളം ക്ഷേമ പെൻഷൻ വിതരണ നടപടികളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിർത്തിവെക്കേണ്ടി വരും. ഇതേ തുടർന്ന് മെയ് 29 വെള്ളിയാഴ്ച മുതൽ മാത്രമായിരിക്കും സഹകരണ സംഘ ജീവനക്കാർ വഴിയുള്ള വീടുകളിലേക്കുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണ നടപടികളൊക്കെ തന്നെ സംസ്ഥാനത്ത് വീണ്ടും സജീവമാവുക. സാധാരണ നിലയിൽ ഓരോ വീടുകളിലും എത്തി പെൻഷൻ തുക നേരിട്ട് കൈകളിലേക്ക് കൈമാറുന്ന പ്രക്രിയ പൂർത്തിയാകുവാനായിട്ട് 10 ദിവസത്തോളം ദീർഘമായിട്ടുള്ള സമയം ആവശ്യമായി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിലെ അവസാന വാരത്തിൽ ആരംഭിക്കുന്ന ഈ വിതരണ പ്രക്രിയ അത് പൂർണ്ണ തോതിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ച പകുതി വരെ സമയമെടുക്കുമെന്നാണ് നിലവിലിപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ ഉൾപ്പെടെയുള്ള ജനാധിപത്യ പ്രക്രിയകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ രംഗത്ത് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും പരിശോധനകളും കൊണ്ടുവരാൻ ഇപ്പോൾ പുതിയ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ പരമാവധി ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പെൻഷൻ വിതരണം നടത്തിയിരുന്നതെങ്കിൽ ഇനി മുതൽ കൃത്യമായ പരിശോധനകളിലൂടെ അനർഹരായിട്ടുള്ള വ്യക്തികളെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും അർഹരായവർക്ക് മാത്രം ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനുമാണ് ഭരണകൂടത്തിൻ്റെ തീരുമാനം.
ഇതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ആകെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ നാളിതുവരെയായിട്ടും തങ്ങളുടെ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കാത്ത 2.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇപ്പോൾ സർക്കാർ കർശനമായിട്ടുള്ള അവസാന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഗുണഭോക്താക്കൾക്ക് തുടർന്നും തടസ്സമില്ലാതെ തന്നെ പെൻഷൻ തുക ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ വില്ലേജ് ഓഫീസർമാരിൽ നിന്നുമുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി അത് വരുന്ന ജൂൺ മാസം 30 നിശ്ചയിച്ചിരിക്കുകയാണ്. സോ ഈ തീയതിക്കകം തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് വരും മാസങ്ങളിൽ പെൻഷൻ തുക പൂർണ്ണമായിട്ടും തടയപ്പെടുന്നതായിരിക്കും. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. നിലവിലെ നിയമപ്രകാരം വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള കുടുംബങ്ങളിലെ വ്യക്തികൾക്ക് യാതൊരു കാരണവശാലും ക്ഷേമ പെൻഷനുകൾക്ക് അർഹതയുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ തന്നെ കൈപ്പറ്റുന്നവരിൽ 60 വയസ്സിന് താഴെ പ്രായമുള്ള ഗുണഭോക്താക്കൾ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അസൽ ലൈഫ് സർട്ടിഫിക്കറ്റ്, അതായത് സാക്ഷ്യപത്രം നിങ്ങൾ വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തലങ്ങളിലെ ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമൊക്കെ തന്നെ പൂർത്തിയായതിനാൽ തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാവിധ സുപ്രധാന പരിശോധനകളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ കൃത്യമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ഇനി മുതൽ തുടർന്നുള്ള മാസങ്ങളിൽ ഈ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ. അതിനാൽ തന്നെ എല്ലാ ഗുണഭോക്താക്കളും ഇത്തരം നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. സോ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ഈ അപ്ഡേറ്റ് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.